നമസ്കാരമുണ്ട്. ശ്രീപത്മനാഭന്റെ മണ്ണിൽ കൗമാരകലയുടെ പൂരത്തിന് കൊടിയിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ അനന്തപുരം എന്നാണ് മാതൃഭൂമി വിശേഷിപ്പിച്ചത്. ആ അനന്തപുരത്തിൻ്റെ ഏറ്റവും നല്ല കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും അനന്തപുരത്തിലേക്ക് സ്വാഗതം. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 56 വർഷത്തെ ചരിത്രം പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടാണ് അനന്തപുരം തുടങ്ങിയത്. ജനുവരി 19 കലോത്സവത്തിൻ്റെ 1-ാം ദിനം. വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് കലോത്സവം തുടങ്ങിയത്. സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും സമകാലിക കേരളത്തിന്റെ പച്ചപ്പ് വരണ്ട കാഴ്ചകൾ എല്ലാം ആവിഷ്കരിച്ച് കുരുന്നുകൾ അവരുടെ മേളയ്ക്കൊപ്പം കൂടി. പോലീസ് മേധാവി ടി.പി. സെൻകുമാർ പതാക വീശിയതോടെ യാത്ര തുടങ്ങി. അൻപത് വിദ്യാലയങ്ങളാണ് തിളക്കമാർന്ന ഘോഷയാത്രയിൽ പങ്കെടുത്തത്. കലയും സാഹിത്യവും ശാസ്ത്രവുമെല്ലാം കുട്ടികൾ ദൃശ്യവൽക്കരിച്ചു. നൃത്തവും വാദ്യങ്ങളുമായി അവർ യാത്രയെ ഉത്സവമാക്കി. NCC, സ്കൗട്ട്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ഘോഷയാത്രയിൽ അണിനിരന്നു. ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വൈകിയതും കുടിവെള്ളം കിട്ടാതിരുന്നതും കുട്ടികളെ അല്പം വലച്ചു. പ്രമേയത്തിലെ വൈവിധ്യം കൊണ്ട് വ്യത്യസ്തമായിരുന്നു സാംസ്കാരിക ഘോഷയാത്ര. പരിസ്ഥിതിയും കൃഷിയും മാലിന്യ പ്രശ്നവുമൊക്കെ കുട്ടികൾ വിഷയങ്ങളാക്കി. ക്യാമറമാൻ ജയചന്ദ്രനൊപ്പം രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. 232 മത്സര ഇനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉള്ളത്. ഇത്രയും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ആയിരക്കണക്കിന് കുട്ടികളും അണിയറ പ്രവർത്തകരുമെല്ലാം വേദിയിലെത്തും. ഇവർക്കെല്ലാം ഭക്ഷണമൊരുക്കുന്നതും പാചകപ്പുരയും ഒരു കലയാണ്. മുമ്പെല്ലാം തന്നെ വളരെയധികം വാർത്തകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അനന്തപുരം ഇത്തവണ പാചകപ്പുര ഒന്ന് മാറ്റി പിടിക്കുകയാണ്. കലോത്സവത്തിന്റെ ഊട്ടുപുര ഇത്തവണയും ഒരുങ്ങി. പഴയിടത്തിന്റെ രുചിക്കൂട്ട് തന്നെയാണ് ഇത്തവണ. ഇവിടെ താഴെ തേങ്ങെടുക്ക് കുറെ കാലമല്ല നിങ്ങളൊക്കെ ചെരവാൻ തുടങ്ങിയിട്ട്. ഓരോ കൊല്ലവും ഞാൻ ചെരവണ തേങ്ങയുടെ കണക്കറിയ നിങ്ങൾക്ക്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് റിപ്പോർട്ടർമാർ വരും ചെരവാൻ. ചെരവിൻ്റെ നാക്ക് ഇക്കോലത്തിലായി. എന്നെപ്പോലെ തന്നെ ആ കത്തീൻ്റെ അവസ്ഥ. അരിഞ്ഞില്ലാണ്ടായ കത്തീൻ്റെ കണക്കുണ്ടോ നിങ്ങളുടെ അടുത്ത്? പക്ഷെ നമുക്ക് വിഷമമില്ല കേട്ടോ, എല്ലാം കുട്ടികൾക്ക് വേണ്ടിയല്ലേ. ഇതാ വേറൊരുത്തൻ, ഓൻ ആ ചെമ്പ് നോട്ടാക്കും. പഴയിടത്തിന്റെ സാമ്പാർ എന്ന് പറയുമ്പോൾ വെണ്ടക്കയാണ് ഇത് പ്രധാനം. ഈ വെണ്ടക്ക എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാ. നീ എന്നാടോ ഈ കാണിക്കുന്നത്? കാലി ചെമ്പിലാ നീ ഉന്തുന്നു. നമ്മളെ മൂട്ടിൽ തീ കത്തണ കാണുന്നുണ്ടാ? ഓരോ കലോത്സവത്തിലും ഞങ്ങൾ 150ഓളം പേര് ഇവിടെ എത്തും. തട്ടും മുട്ടും കൊണ്ട് തിരിച്ചു പോകുമ്പോൾ പകുതി പേരും വികലാംഗരാകും. നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ, ചട്ടിയും കലാവുമ്പോൾ മുട്ടും തട്ടും എല്ലാം ചെയ്യുന്നു. എന്നെപ്പോലെ പണിയെടുക്കുന്നവർ പിന്നെയുണ്ട്. ഇതാ നോക്ക്, നിങ്ങളെ ദാഹമകറ്റാൻ കാത്തിരിക്കുന്ന നിപ്പ. പിന്നെയുണ്ട് നിങ്ങൾ കാണാത്തൊരു കൂട്ടർ, നമ്മളെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നവർ. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തിനാ ഇതൊക്കെ സഹിക്കണമെന്ന്? കുട്ടികൾ ഞങ്ങളെയല്ലേ, അവർക്ക് വേണ്ടി നമ്മൾ എന്തും സഹിക്കും. വേണമെങ്കിൽ നമ്മളെ സാറിനോട് ചോദിച്ചു നോക്ക്. ഇതെൻ്റെ ജീവവായാണ് ഈ പാത്രങ്ങൾ. കാരണം ഇവ 11 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ മക്കളെ കൊണ്ടു നടക്കുന്ന പോലെ. ഷമീറെ, അത് നൗഫലും നിശാന്തും അല്ലടാ. നമ്മളെ കാര്യം ലോകത്തോട് പറഞ്ഞാൽ നന്ദിണ്ട് ട്ടാ. അനന്തപുരത്തിൻ്റെ 2-ാം ദിനം കലോത്സവ വേദിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മൂകാഭിനയമായിരുന്നു. തുളനാട്ടിൽ നിന്നും തിരുവിതാംകൂറിലെത്തിയ മൂകാഭിനയ കലാകാരന്മാരായിരുന്നു 2-ാം ദിവസം അനന്തപുരത്തെ കൂടുതൽ സജീവമാക്കിയത്. കടലും കടലിൻ്റെ മക്കളുടെ ജീവിതവുമാണ് കാസർഗോഡ് ഇടനീർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കലാകാരന്മാർ പ്രമേയമാക്കിയത്. കടൽക്കൊലയ്ക്ക് ശേഷമുള്ള മത്സ്യത്തൊഴിലാളി ജീവിതവും അവരുടെ ആശങ്കകളും അവതരിപ്പിക്കപ്പെട്ടു.
കടൽ എന്ന് വെച്ചാൽ മത്സ്യം പിടിക്കുന്ന ഒരു കുടുംബവും അതിൻ്റെ പശ്ചാത്തലങ്ങളും കൂടിയാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ്. 3 മണിക്കൂർ വൈകിയാണ് മത്സരം തുടങ്ങിയതെങ്കിലും മൂകാഭിനയ വേദി ഉണർന്നപ്പോൾ സദസ്സ് അതെല്ലാം മറന്നു. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം EV ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്. അനന്തപുരത്തിൻ്റെ 3-ാം ദിനം പെൺകുട്ടികളുടെ മിമിക്രി വേദി. ഷിഫ്ന എന്ന പെൺകുട്ടിയുടെ മികച്ച മിമിക്രി പ്രകടനം നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു ഷിഫ്ന. എന്തോ അപ്പികൾ വായും പൊളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെ. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ വന്നതല്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പെയ്യാൽ മതി. നമ്മളെ തിരുവനന്തപുരത്ത് അപ്പികൾ നിലയ്ക്ക് നല്ല വെള്ളമുണ്ട്, ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പെയ്യാൽ മതി. അയ്യോ, അത് കെട്ടപ്പച്ചാശിയുടെ വായിൽ വെള്ളം ഊറണ്. ഇരുൾ മൂടിയ കണ്ണുകൾ ഷിഫ്നയെ കൂടുതൽ ശക്തയാക്കി. ചുറ്റുവട്ടത്ത് കേട്ടത് തനിമ വിടാതെ അവൾ സദസ്സിലെത്തിച്ചു. എന്നെ സ്നേഹിക്കുന്നുണ്ടാവാം, അതിൽ 100 മടങ്ങ് ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ 1000 മടങ്ങ് മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനി പറയപ്പോയിട്ടാ ഞാൻ അപ്പോയിട്ടിനെ സ്നേഹിക്കണോ? പറ. കഴിഞ്ഞ വർഷത്തെ 2ാം സ്ഥാനക്കാരി കൂടിയായ ഷിഫ്ന മനസ്സറിഞ്ഞ കയ്യടിയേറ്റുവാങ്ങിയാണ് വേദി വിട്ടത്. പക്ഷേ അവളുടെ അമ്മയുടെ വാക്കുകൾ ഞങ്ങളെ നിശബ്ദരാക്കി. നിങ്ങളെയും ഇത് വേദനിപ്പിക്കും. കഴിഞ്ഞ 2014 ജനുവരി 1-ാം തീയതി ഒരു അറ്റോണിക് ബ്ലാഡർ ഫോളേഴ്സ് സിൻഡ്രോം എന്ന് വെച്ചിട്ട് ഒരു അപൂർവ രോഗം പിടിപെട്ട്, എന്നുവെച്ചിട്ട് സ്വന്തമായിട്ടും യൂറിൻ പാസ് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ഈ ജൂൺ 12 മുതൽ ഇതുവരെയും യൂറിൻ പാസ് ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു 6 മാസത്തോളമായി കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആണ്. ഇന്നലെ തന്നെ ഹോസ്പിറ്റലിലായിരുന്നു. 14 ലക്ഷം രൂപ ചെലവിടേണ്ട ശസ്ത്രക്രിയയാണ് ഇനി ഏക പ്രതീക്ഷ. പുരുതാനുറച്ച ഷിഫ്നയുണ്ട് വലിയ പ്രതീക്ഷകളോടെ. എന്താവണം നമ്മളൊരു ആഗ്രഹം? എൻ്റെ ആഗ്രഹം ഒരു IAS ആവണമെന്നാണ്. ആരെങ്കിലും കൈപ്പിടിക്കാനെത്തുമെന്ന പ്രതീക്ഷയോടെ ഷമീർ മച്ചിങ്ങലിനൊപ്പം മുഹമ്മദ് നൗഫൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പൂരക്കളി സ്കൂൾ കലോത്സവത്തിൽ അധികം പേർക്കും പിന്തുടരാൻ കഴിയാത്ത ഒരു കലാരൂപമാണ്. എന്നാൽ വടക്കൻ കേരളത്തിലുള്ളവർക്ക് അത് പ്രാണനാണ്. പൂരക്കളിയെക്കുറിച്ച് ആ കലാകാരന്മാർ തന്നെ പറയുന്നതാണ് അനന്തപുരത്തിലെ ഇനിയുള്ള കാഴ്ച. കണ്ണൂരും കാസർഗോഡും മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് ഈ കാണുന്ന പൂരക്കളി. ഇതൊരു ക്ഷേത്രകലയാണ്. ഐതിഹ്യം അറിയേണ്ടത് ശിവന്റെ കോപാഗ്നിയിൽ വെന്ത് വെണ്ണീരായ കാമദേവന്റെ പുനർജനിക്കായിട്ട് 3 ലോകങ്ങളിൽ പാടി അവതരിപ്പിച്ച കലാരൂപമാണ് ഈ പൂരക്കളി. 20 മിനിറ്റ് നേരമാണ് ഞങ്ങൾ കലോത്സവത്തിൽ കളിക്കുക. 12 പേരുണ്ടാവും ഒരു ടീമിൽ. ശരിക്കും 18 നിറങ്ങളിലായിട്ടാണ് പൂരക്കളി അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അരയക്കെട്ടില്ലേ, ചുവന്ന തുണിക്ക് പറയുന്നതാണ് ചെല്ലളം. പിന്നെ ഈ വെളുപ്പില്ലേ, അത് ചൊറ. കറുപ്പ് കെട്ടിനാണ് ഉറുമാലി എന്ന് പറയാം. ഓരോ സമുദായക്കാർ കളിക്കുമ്പോൾ ഈ കെട്ടിൻ്റെ നിറം മാറിക്കൊണ്ടേയിരിക്കും. ഈ പൂരക്കളിയിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടെന്നറിയോ? കൈമുദ്രകൾ, താളങ്ങൾ, പാട്ട്, വേഷം, ചുവടുകൾ. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഞങ്ങൾ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർക്ക് എന്താ എപ്പോഴും പൂരക്കളിയിൽ 1-ാം സ്ഥാനം കിട്ടുന്നത്? അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഈ പൂരക്കളി ഉണ്ടല്ലോ, അത് നമ്മുടെ രക്തത്തിലറിഞ്ഞ കലയാണ്. മനോജേട്ടനും നിശാന്തേട്ടനുമൊപ്പം പൂരക്കളിയെ ജീവനോളം സ്നേഹിക്കുന്ന ആദർശ്. അനന്തപുരം തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
കഥകളി ലോകത്തിൻ്റെ നെറുകയിൽ മലയാളത്തിൻ്റെ പെരുമ ചുട്ടുകുത്തിയ കലാരൂപം. അങ്ങനെയാണ് അനന്തപുരം കഥകളിയെ വിശേഷിപ്പിച്ചത്. അതിലെ പെൺവേഷങ്ങളാണ് ഇനി വരുന്നത്. രംഗത്ത് കിരാതം. അർജുനന്റെ അഹന്ത ശമിപ്പിക്കാൻ കാട്ടാളനായെത്തുന്ന ശിവൻ. പുരുഷ നടന വൈഭവ പെരുമയുള്ള ഈ വേഷങ്ങളിൽ പെൺകുട്ടികളാണ്. സ്ത്രീത്വം എന്ന ആ കൺസെപ്റ്റ് മാറ്റിയിട്ട് ഞങ്ങൾ തന്നെ പുരുഷനായിട്ട് സങ്കല്പിക്കണം. എന്നാലേ ആ കറക്റ്റ് പുരുഷനായിട്ട് കിരാതത്തിലെ കാട്ടാളനായിട്ട് ചെയ്യാൻ പറ്റും. ആൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു ഭാവം പെൺകുട്ടികളിലേക്ക് വരണമെങ്കിൽ പെൺകുട്ടികൾക്ക് അതിനെ ഇരട്ടി, ആൺകുട്ടികൾ എടുക്കണതിന് ഇരട്ടി എനർജിയും അതിനുള്ള സ്ട്രെയിനും കൂടും. രസം വീരമായാലും രൗദ്രമായാലും ചുട്ടിക്കുത്തി അരങ്ങിലാടാൻ പൗരുഷമുണ്ട് പെൺകുട്ടികൾക്ക്. രാവണന്റെ ആ ഭാവം ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസപ്പെട്ടു. സ്ത്രീ ശൈലിയിൽ നിന്ന് നല്ല വീരമുള്ള ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്കത് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. ബ്രഹ്മാവിൽ നിന്നും ലോകം ജയിക്കാൻ വരം നേടിയെത്തിയ രാവണനൊപ്പം വിഭീഷണനും കുംഭകർണനുമൊക്കെ പെൺകരുത്തിൽ രംഗത്തുണ്ട്. ചമയഭാരവും ചമയസമയവും ആയാസം നൽകുന്നുണ്ടെങ്കിലും കഥകളിയിൽ ഈ പെൺപരീക്ഷണം ശക്തമാണ്. അഭിനയം വേണ്ട പുരുഷൻ എങ്ങനെ അഭിനയം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നു, അതുപോലെ ചുവടുകൾക്കായാലും മുദ്രയ്ക്കായാലും അഭിനയത്തിനായാലും ആ വേഷത്തിൻ്റെ സ്ഥായി നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ച് വരുന്നുണ്ട്. ലോകനെറുകയിൽ മലയാളത്തെ ചുട്ടിക്കുത്തിയ കഥകളിയിൽ പെൺപെരുമ അകലെയല്ലെന്ന് അരങ്ങ് ഓർമ്മപ്പെടുത്തുന്നു. ക്യാമറമാൻ മനു എം നായർക്കൊപ്പം രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്. അനന്തപുരത്തിൻ്റെ 6ാം നാൾ ഒപ്പനയും വട്ടപ്പാട്ടും കൽബിലൊരു താളം പിടിച്ച് നൊമ്പരം തന്ന ഉത്സവം. ഒരിക്കലും തമ്മിൽ കാണാതെ മടങ്ങിപ്പോകുന്ന മണവാളനും മണവാട്ടിയും. ഒപ്പനയായിരുന്നു 6ാം ദിവസത്തെ കാഴ്ച. നിറവടിയായി വിധ കൗതുകലാമ്പുകൾട്ടനവധി സേട്ടുകൾ കതിരൊളിയായി അലങ്കൃത കല്യാണം കുതുകുലമായി കൗതുക കല്യാണം വിത്ത് പൂമലർ പുന്നാരസത്ത് പൂങ്കിനാക്കൾ നെയ്തിടും മണി മുഞ്ചിറാണിയായി ദുരിതമാം രാഗമില്ല പിതാവൂതരും പാടിടുന്ന സുവർഗത്ര കല്യാണരാവ് ഇന്ന് സ്വർഗീയ കല്യാണരാവ് റാണിയാം സുലേഖ ബീവി രംഗിഴും പുന്നാര ദേവി രാരിരം പാടും നനയിലിൻ തീരുമിൽ രാവായ് കല്യാണ കുതുകുലങ്ങൾ ചിന്തുവാനുണ്ടേറെ പുതുമ തലമില് സഖികളിൽ ഓർമ്മ തെളിച്ച് സുവർഗത്തിൽ നുജുമുകൾ നടമാടും രാവ് ഇനിയും കണ്ടുമുട്ടാത്ത മണവാളനും മണവാട്ടിയും ഇരുവഴികളിലേക്ക് നടന്നു നീങ്ങി. കൽബകം കുളിർ വിഷിട്ടണവാകുന്നേ. ഷമീർ മച്ചിങ്ങലിനൊപ്പം മുഹമ്മദ് നൗഫൽ, മാതൃഭൂമി ന്യൂസ്. അനന്തപുരത്തിൻ്റെ 4ാം ദിനം. നടനവേദികൾ സജീവമായ ദിവസം. ഒരു ചിലങ്ക കഥ പറയുകയാണ് ഇനി. ഇത് ഞാനാണ് അരങ്ങിൽ ആട്ടക്കാരുടെ കാലിലെ കിലുക്കം. നിങ്ങളുടെ കാതിലെയും കിലുക്കം ഞാനല്ലേ? പറയാൻ എമ്പാടുണ്ട്. ആടിത്തുടങ്ങുമ്പോൾ ചിലപ്പോൾ എനിക്ക് പതിഞ്ഞ താളമാകാം.
പിന്നെ ആടിക്കഴിയുമ്പോൾ കണങ്കാലിലെ വിയർപ്പിൽ ഞാൻ ആഞ്ഞുകിലുങ്ങും. കലോത്സവം എന്നാൽ എന്നും എനിക്ക് തീർത്ഥാടനം പോലെ. ഉത്സവപ്പറമ്പിലും ക്ഷേത്രമുറ്റത്തും നൃത്തവിദ്യാലയത്തിലുമൊക്കെയുള്ള അലച്ചിലിനിടെ ആണ്ടിലൊരിക്കൽ വീണുകിട്ടുന്ന 7 പകലിരവുകൾ. എത്ര ആടിത്തളർന്നാലും സന്തോഷമാണ് എനിക്കത്. കുഞ്ഞിളം കാലുകളിൽ അവരുടെ ചിരിയിലും സന്തോഷത്തിലും കണ്ണീരിലും വരെ ഒപ്പം അലിയാനുള്ള ഭാഗ്യം. അത് തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ എത്താനുള്ള എൻ്റെ തിടുക്കവും. ക്യാമറമാൻ മനു എം നായർക്കൊപ്പം ജിഷ കല്ലിങ്കൽ, മാതൃഭൂമി ന്യൂസ്. അനന്തപുരത്തിൽ ഇനി കാഴ്ചകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഏഴാം ദിനം കോൽക്കളിയിൽ കോലാണ് താരം. കോല് അതിൻ്റെ കഥ പറയുകയാണ്. കോല് കഥ പറയുന്നു, കാണുക. ഇതാണ് ഇതിൻ്റെ അളവ്. ഇതിൻ്റെ മുകളിൽ ചിലമ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. ആനക്ക് കൊടുക്കുന്ന പനമ്പട്ടയിലാണ് ഞാളെ ജനനം. ചെലമ്പ് ചാർത്തി മൂശാരി നമ്മളെ കൂടുതൽ മുഞ്ചാക്കി. ഈ കറുപ്പിലാണ് ഞാളെ മുഞ്ച്. ഞാൾ കറക്കും തോറും ഞാളെ കൂറ്റുഷാറാകും ഞാൾ ഗുരുക്കൾ പറയുന്നുണ്ട്. പനയുടെ കമ്പാണിത്. പന എന്ന് പറഞ്ഞാൽ ഈറം പന, ആനയ്ക്ക് കൊടുക്കുന്ന പട്ടയുടെ തടിയാണിത്. തടിയുടെ പുറംതൊലി മാത്രമാണ്, അകത്തുള്ളത് എടുക്കില്ല. പുറംതൊലി മാത്രമാണ് ഇത് എടുക്കുന്നത്. ഇതല്ലാതെ വേറൊരു സാധനം കരിമ്പന പോലും ഇതിന് പറ്റില്ല കോൽക്കളിക്ക്. ഇതുകൊണ്ട് അടിക്കാൻ അല്ല. സത്യം പറഞ്ഞാൽ ഞാൾ വല്ലാത്തൊരു പടപ്പ. ചില സമയത്ത് ഞാളെ കാണാൻ നിങ്ങളെ കണ്ണൊന്നും മതിയാവില്ല. വിശേഷങ്ങൾ പറഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. തട്ടിൽ കയറണ്ടേ? മാതൃഭൂമി ന്യൂസിലെ റിബിനോടും അനീഷിനോടും പറഞ്ഞേക്ക് കളി കഴിഞ്ഞിട്ട് കാണാം. പയ്യെ 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 അങ്ങനെ പൊന്തി പോവുക. ലാസ്റ്റ് വരുമ്പോൾ മുറുക. കഥാപ്രസംഗവും കഥ പറയുന്ന രീതിയും ഒരു മാറ്റവുമില്ല, പഴയ ട്രാക്കിൽ തന്നെ. അപ്പോൾ കഥാപ്രസംഗം റിപ്പോർട്ട് ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണ്ടേ? കഥാപ്രസംഗം പറയും തോറും കഥയറിയുന്ന സാഗരം അലഞ്ഞിട്ടുണ്ട് കഥയും തേടി. സംഭോജിതരായ ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, നിലാവിൽ മത്സരവേദികളിൽ നക്ഷത്രമെണ്ണി നടന്ന ഒരുവന് ഒരു വെളിപാടുണ്ടാകും. എന്താ? കഥാപ്രസംഗ മത്സരവേദിയിലേക്ക് വെച്ചുപിടിക്കാൻ. എന്തിനാ? കഥാപ്രസംഗം പഠിക്കണം. കഥാപ്രസംഗത്തെക്കുറിച്ച് അറിയാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിലാണ്. വേദി 7 SMV സ്കൂളിൽ. ബാക്കി സിംഹങ്ങൾ നോക്കിക്കോളും. സംശയം ചോദിച്ചു. അല്ല, ഈ 10-15 മിനിറ്റൊക്കെ ഇങ്ങനെ വള്ളിപുള്ളി വിസർഗം വിടാതെ ഭാവാന്തരങ്ങളോടെ എങ്ങനെ അവതരിപ്പിക്കും? ഞാൻ ഈ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാണ്. ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു. സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യും. ഒരു 3-4 മാസം മുമ്പേ നമുക്ക് മാഷ് കഥയെല്ലാം ആക്കി തരും. അല്ല, വായിക്കുന്നു, പിന്നെ കുറച്ച് പുരാണമൊക്കെ അറിയാം. പഠിച്ചത് ഒരാഴ്ച കൊണ്ടാണ്, പക്ഷേ പ്രാക്ടീസ് 2-3 മാസത്തോളം. ഒരു സെന്റൻസ്
ഒരു സെൻറ്റൻസ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു സെൻറ്റൻസ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അക്ഷരപിശാച് കടന്നുകൂടും. ഒരു വാക്ക് തെറ്റാതെ ഒരക്ഷരം വിടാതെ കഥ പറഞ്ഞ മിടുക്കന്മാരും മിടുക്കികളുമാണ് കഥാപ്രസംഗ മത്സരത്തിലുണ്ടായിരുന്നത്. ഉഗ്രൻ മത്സരം. ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം ജീവ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കഥകളിയുടെ പെൺപെരുമ പറയാൻ വാക്കുകളൊന്നും വേണ്ട, ഭാവം മാത്രം മതി. അതിങ്ങനെ കിടന്നങ്ങ് കാണാം. രസങ്ങൾ മിന്നിമറഞ്ഞ കാവ്യമുഖം പകർത്തിയ മിൽട്ടനൊപ്പം നിഷാന്ത്, മാതൃഭൂമി ന്യൂസ്. അങ്ങനെ അനന്തപുരം കഴിയുകയാണ്. 7 രാപ്പകലുകൾ അനന്തപുരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടാം. ഒരു കൊളാഷ്. അരയണം കേൾക്കുന്നുണ്ടാവല്ലോ. അരങ്ങിലെപ്പോഴും ഇവരുണ്ടായിരുന്നു. കലയുടെ മനസ്സ് തേടിയുള്ള യാത്രയിൽ പ്രേക്ഷകർക്കൊപ്പം. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ക്യാമറയ്ക്ക് പിന്നിൽ ഇവരായിരുന്നു. 19 വേദികളിലും മൂന്നാം കണ്ണിന്റെ സൗന്ദര്യ കാഴ്ച നമുക്ക് നൽകിയവർ. അനന്തപുരത്തിന്റെ വാർത്താ ചിത്രം പിടിച്ചവർ ഇവരാണ്. 19 വേദികളിലും എന്തിന് പാചകപ്പുരയിൽ വരെ മൈക്കുമായി എത്തിയവർ. ഇവരുടെ കഥകൾക്ക് ക്യാമറ ചലിപ്പിച്ച് കണ്ണായി മാറിയവർ. കാലം കാത്തിരിക്കുന്ന കാഴ്ചകൾ നമുക്കായി നൽകിയവർ. കലയുടെ കാഴ്ചയെ വെട്ടിയൊട്ടിച്ചതും പാകപ്പെടുത്തിയതും പിന്നെ പരുവപ്പെടുത്തിയതും ഈ വീഡിയോ എഡിറ്റേഴ്സാണ്. ശബ്ദവും വെളിച്ചവും നിയന്ത്രിച്ചത് ഇവരാണ്. കേട്ടതും കേൾക്കാത്തതും ഇവർക്ക് സ്വന്തം. അനന്തപുരത്തെ നിങ്ങളുടെ സ്വീകരണമുറിയിൽ ദൃശ്യമികവോടെ എത്തിച്ച ശാസ്ത്രജ്ഞന്മാർ ഇവിടെയുണ്ട്. ഓൺലൈനിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്കായി നൽകി വൈറലാകുന്ന ദൃശ്യങ്ങൾക്ക് പിന്നിൽ കീബോർഡ് ചലിപ്പിച്ചത് ഈ ഓൺലൈൻ വിരലുകളാണ്. അനന്തപുരത്തെ ഏകോപിപ്പിച്ചതും ടെൻഷൻ അടിച്ചതും ഈ പ്രൊഡ്യൂസർമാരായിരുന്നു. അമ്പത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ കഴിഞ്ഞു. അനന്തപുരവും. നന്ദിയുണ്ട് കണ്ടു നിന്നവർക്കും കൂടെ നിന്നവർക്കും. ഇന്നലെയുടെ വരവീണമുറുക്കി ഇന്നിൻ വീണമിണക്കി നാളെയിലേക്കുയിർനാളം പകരാൻ താളമുണർത്തുക നമ്മൾ.